ഞാനൊരു അനുഭവം ഞാൻ പറയാം. ഇപ്പോൾ ഏറ്റവും കർക്കശമായി ഞാൻ പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് കളിയാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വിമർശിച്ചിട്ടുള്ളത് ലീഡർ കെ കരുണാകരനെയാണ്. അദ്ദേഹത്തിന് എന്നോട് വളരെ വാത്സല്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നു, വാത്സല്യമായിരുന്നു. പക്ഷേ ഒരു സംഭവം എനിക്കൊരിക്കലും മറക്കാനാവില്ല. 1984 ഇവിടെ നേമത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതായത് 84 തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചു. ഒന്ന് മാളയിലും ഒന്ന് നേമത്തും. അതെ. അപ്പോൾ മാള നിലനിർത്തി അദ്ദേഹം രാജിവെച്ചു. അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയ തങ്കപ്പനായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ജയിച്ചേ കഴിയൂ. എം.വി. രാഘവനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. അപ്പോൾ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി പല കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി എന്ന് ഞാൻ പറയാം, അത് ഞാനല്ല, അന്നത്തെ മനോരമ കൃത്യം ഞാനതൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എനിക്കത് ആ ഡേറ്റ് ഇപ്പോൾ ഓർമ്മയില്ല. ആ മനോരമയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ കലയും നാടകമൊക്കെ, കവിതയും നാടകമൊക്കെ നന്നായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നേമത്ത് നടക്കുന്ന പ്രചരണം. അന്ന് പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സാഹിത്യ സംഘമാണ് ഈ നാടകമൊക്കെ അവതരിപ്പിക്കുന്നത്. അതിൽ സംഘശക്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നാടക ട്രൂപ്പുണ്ടായിരുന്നു. അതുപോലെ പിന്നെ സംഘഗായകർ എന്ന് പറഞ്ഞൊരു ഗായക സംഘവും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പാടാൻ വേണ്ടി ഞാൻ 10 രാഷ്ട്രീയ ഗാനങ്ങൾ എഴുതി. രാഷ്ട്രീയ ഗാനമാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ CD അല്ല, കാസറ്റാണ്. ഈ പിന്നെ ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കാസറ്റ് വെച്ചാണ് പാടുന്നത്. അപ്പോൾ ഒരു വാനിൽ ഞാൻ പ്രസംഗിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഘഗായകരിലെ പ്രധാനപ്പെട്ട പാട്ടുകാർ ആമച്ചൽ രവി, ആമച്ചൽ സദാനന്ദൻ എന്നൊക്കെ പറയുന്ന നന്നായിട്ട് പാടുന്നവരാണ്. പിന്നെ വിപ്ലവഗാനങ്ങൾ ശരിക്കും പാടുന്നവരാണ്. അവർ ഒരു രാഷ്ട്രീയ ഗായക സംഘം ഉണ്ടായിരുന്നു. വിളപ്പിൽശാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. ആ വിളപ്പിൽശാല അവിടെ ജംഗ്ഷനിൽ ചെന്നാൽ, അന്ന് ചെറുതാണ് ഈ വിളപ്പിൽശാല ജംഗ്ഷൻ. ഇടതുവശത്ത് കോൺഗ്രസിൻ്റെ ഓഫീസും വലതുവശത്ത് ഇടതുപക്ഷത്തിൻ്റെ ഓഫീസുമാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു 1:30 മണിയാവും. ഈ വിളപ്പിൽശാല ചെല്ലുമ്പോൾ ഞങ്ങളുടെ ജീപ്പ് അവിടെ ഇട്ട്, ഞങ്ങളുടെ വാൻ അവിടെ ഇട്ട്, വാൻ പൂട്ടി ഈ കാസറ്റ് റീവൈൻഡ് ചെയ്ത് ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേട്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരുണാകരനും അദ്ദേഹത്തിൻ്റെ കൂടെ കാർത്തികൻ, പഴയ സ്പീക്കറായിരുന്ന കാർത്തികൻ എൻ്റെ സുഹൃത്താണ്. ഇദ്ദേഹത്തിന് എനിക്ക് അറിയുകയും ചെയ്യും. അവിടെ വന്നു കയറുകയാണ്. ഞങ്ങൾ ഉണ്ണാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കാസറ്റ് പ്ലേ ചെയ്ത് തുടങ്ങി. പാട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ സഹിക്കില്ല. ഇപ്പം പോലും കൊലയാളി കരുണാകരനൊരു നരഭോജി പോലീസ് മന്ത്രി, വൈപ്പിനടിച്ച കുരങ്ങൻ വാലിൽ കരുന്തേള് കടിച്ചതുപോലൊരു പോലീസ് മന്ത്രി, തിരുമണ്ടൻ പോലീസ് മന്ത്രി. അന്നത്തെ പോലീസ് മന്ത്രി വയലാർ രവിയാണ്. വയലാർ രവി എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ്, അടുപ്പമുള്ള ആളാണ്. എന്നെ അദ്ദേഹത്തിൻ്റെ അനുജനെ പോലെ സ്വീകരിക്കുന്ന ഒരാളുമാണ്. ഇത്രയും അടുപ്പമുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെല്ലാം ഭയന്നു. കാരണം ഒരു അടി നടക്കുന്നുള്ള ഉറപ്പാണ്. കരുണാകരൻ വന്നിറങ്ങുമ്പോൾ കൊലയാളി കരുണാകരൻ എന്ന് പറഞ്ഞ് പാടിയാൽ എങ്ങനെയിരിക്കും അവസ്ഥ? ഞാൻ ഓടിച്ചെന്ന് ഡ്രൈവറെ വിളിച്ചു, കാരണം ഈ പാട്ട് നിർത്താൻ പറയാൻ വേണ്ടി. അപ്പോൾ കരുണാകരൻ എന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ചെയ്യണ്ട, പാട്ട് എനിക്ക് മുഴുവൻ കേൾക്കണം. ഞാനങ്ങ് അന്തം വിട്ടു. ഞാനും കാർത്തികനും അന്തം വിട്ടു. കാരണം കരുണാകരനല്ല അവിടെ നിൽക്കുന്ന ആളുകൾ. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയാൽ അടിയും പിടിയും ഒക്കെ നടക്കും, മഹാമോശവും. കരുണാകരൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് അദ്ദേഹം ആ കോൺഗ്രസ് ഓഫീസിൽ കയറി കസേരയിൽ കാലും വെച്ച് ഇങ്ങനെ കൈയും മടക്കിയിരുന്നു. പാട്ട് 8-10 പാട്ടും മുഴുവൻ കേട്ടു. അത് ഓരോ രീതിയിലാണ് കേട്ടിട്ട് അവസാനം പറഞ്ഞു, ഇങ്ങനെ വേണം രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞ് എൻ്റെ തോളി തട്ടി. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ?